channel. Hi guys, welcome back to our channel. Okay, so where are we going today? In the shop. Which shop? What are ഞങ്ങൾ ഇന്ന് ഐക്കിയയിൽ പോകാൻ പോവാ. ഇവിടുത്തെ ഓസ്ട്രേലിയ അഡ്ലൈറ്റിലുള്ള ഐക്കിയയിൽ. അപ്പൊ ഞങ്ങൾ ഐക്കിയയിൽ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കാണിച്ചു തരാം. പൂപ്പൽ എന്താ ഐക്കിയ പോയിട്ട് മേടിക്കാൻ പോണേ? ഓക്കെ, അപ്പൊ ഞങ്ങളൊരു കാർപ്പറ്റ് മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പം തണുപ്പത്ത് തറയിൽ ഞങ്ങൾക്ക് ഹോളിലും കിച്ചണിലൊന്നും കാർപ്പറ്റ് ലൈക്ക് ഫ്ലോർ കാർപ്പറ്റ് ഇല്ല. ഇതേപോലെ ഇവിടെ ബെഡ്റൂംസിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു കാർപ്പറ്റ് മേടിക്കണം, പോയി നോക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഐക്കിയയിൽ ഫുഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഞങ്ങളും ഉണ്ട്, പിന്നെ വിഷ്ണു 2 ഫ്രണ്ട്സ് ആൽഫി അതിലുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഐക്കിയയിൽ പോയിട്ട് അവിടുത്തെ വീഡിയോസ് എല്ലാം കാണിച്ചു തരാം. എന്താവും അറിയില്ല, പോയി നോക്കാം എന്ന് വിചാരിക്കണം. ഒരു പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട്, അടിപൊളിയായിരുന്നു ഐക്കിയ അല്ലേ പൂപ്പ? ഇറ്റ് വാസ് വെരി നൈസ്. സോ അപ്പം ഞങ്ങൾ ഒന്നും കൂടി പോയി. അന്ന് അത്ര വലിയ കാര്യമായിട്ടൊന്നും മേടിച്ചൊന്നുമില്ല ഞങ്ങള്. അപ്പം ഇപ്രാവശ്യം പോയിട്ട് വലിയ കാര്യമായിട്ടൊന്നും മേടിക്കാനുള്ള, ജസ്റ്റ് ഒന്ന് കണ്ട് കാർപ്പറ്റ് കിട്ടുമെങ്കിൽ കാർപ്പറ്റ് നോക്കാം എന്ന് വിചാരിച്ചിട്ട്. പൂപ്പന്റെ ഔട്ട്ഫിറ്റ് കാണിക്കണം. പൂപ്പന് എന്താ ഇട്ടേക്കണേ? ഡെനിം ജാക്കറ്റ്, ഡെനിം ഷൂസ്, പൂപ്പ ഭയങ്കര എക്സൈറ്റഡാ. യെസ്, അങ്ങനെ നമ്മൾ ഐക്കിയയിൽ എത്തിയിരിക്കുന്നു. നല്ല കാറ്റല്ലേ? ഞങ്ങൾ ഐക്കിയയുടെ ഫ്രണ്ടിലെത്തി. ഞങ്ങളിപ്പോൾ ഇതേ കയറാൻ പോകണം ഐക്കിയയിലേക്ക്. അപ്പോൾ ഇന്ന് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. വെയിലൊക്കെ ഉണ്ടായി. സാധാരണ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ അഡ്ലൈറ്റിൽ ഭയങ്കര മഴയായിരുന്നു. അപ്പം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഐക്കിയയിലുള്ളൊരു പ്രത്യേകത, നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുന്ന സാധനങ്ങളുടെ കാർട്ടൺ ബോക്സുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ കുറേ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവർക്ക് കൊടുക്കാം. ഇവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാം അവിടെ നിന്ന് മേടിക്കുന്ന സാധനങ്ങളുടെ വേസ്റ്റ്. അപ്പോൾ ആൽഫി അതിലും കഴിഞ്ഞ ദിവസം വീട് മാറിയപ്പം കുറച്ച് സാധനങ്ങൾ മേടിച്ചതിൻ്റെ കാർട്ടൺസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളയാനായിട്ട് വിഷ്ണുവും അതിലും കൂടി അത് തപ്പിപ്പോയപ്പം ഞങ്ങൾ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഐക്കിയയുടെ മെയിൻ എൻട്രൻസ്. അപ്പം ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതിൻ്റെ എല്ലാം അവരിങ്ങനെ ഫേർണിച്ചറെല്ലാം ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഐക്കിയയിൽ നേരത്തെ വന്നിട്ടുള്ളവർക്കറിയാം, ഇങ്ങനെ ഓരോ റൂമായിട്ട് അവരിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് കാണും, എല്ലാത്തിലും ടാഗ്സ് ഉണ്ടാവും. നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ടാഗിൻ്റെ ഫോട്ടോ എടുക്കുക. എന്നിട്ട് അവരുടെ ഒരു വെയർ ഹൗസ് ലൈക്ക് എല്ലാം സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് അവരുടെ റോസും നമ്പറും അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ റോയിൽ ഇത്രാമത്തെ ഷെൽഫ് നമ്പറിലായിരിക്കും ഈ സാധനം ഇരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അത് എടുക്കാം, എന്നിട്ട് ബില്ല് ചെയ്യാം. അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്.
കുട്ടികളുടെ റൂം ഏരിയയിൽ ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ടായി. പൂപ്പന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായി ഈ ഡെക്കറേഷൻസ് ഒക്കെ കണ്ടിട്ട്. പൂപ്പൻ എല്ലാ റൂമിലും പോയിട്ട് എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. പിന്നെ ഇതാണ് ടോയ്സ് ഏരിയ. കുറേ ഏരിയ ഉണ്ട് കേട്ടോ, കുറേ നടന്ന് കാണാനുണ്ട്. ഞാൻ എല്ലാം കവർ ചെയ്തിട്ടില്ല, കാരണം ഭയങ്കര ബോറിങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇത് കിഡ്സിൻ്റെ ടോയ്സ് ഏരിയ ആണ്. ഇവിടെയും നല്ല രസമാണ്, ഇഷ്ടംമാതിരി ഓപ്ഷൻസ് ഉണ്ട്. എനിക്കെപ്പോഴും ഐക്യ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇവിടെ ഓസ്ട്രേലിയയിലുള്ള ബാക്കി ഫർണിച്ചർ ഷോപ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇതാണല്ലേ കഫറ്റേരിയ. യെസ്, ഇതാണ് കഫറ്റേരിയ. അവിടെ ഫുഡിൻ്റെ പ്രൈസ് ഉണ്ടോ, $10 $12 എന്നൊക്കെ പറഞ്ഞാൽ. അത് ഇവിടുത്തെ സാധാരണ പുറത്തുനിന്ന് ഒരു ഫുഡ് കഴിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, റീസണബിൾ ആയിട്ടുള്ള ഫുഡ് പ്രൈസാണ്. പിന്നെ ഇവിടുത്തെ സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമുക്കിങ്ങനെ ട്രേ എടുത്ത് നമുക്ക് വേണ്ട ഫുഡുകൾ എടുത്തിട്ട് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാം. അങ്ങനത്തെ എല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സിസ്റ്റമാണ്. പിന്നെ എല്ലാത്തിനും പൈസ കൊടുക്കണം. സാധാരണ നമ്മളൊരു പുറത്തൊരു സ്റ്റോറിൽ പോയിട്ടൊരു കോഫി കുടിക്കണമെങ്കിൽ മിനിമം ഒരു $4.5 കൊടുക്കേണ്ടി വരും. ഇവിടെ പക്ഷേ കോഫിയൊക്കെ $2 ഉള്ളൂ. പിന്നെ ഫുഡാണെങ്കിലും ഒരു $20-25 പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് ഇവിടെ നമുക്കതൊരു ഏകദേശം $10-12 കിട്ടും. ഫുഡും നല്ല ടേസ്റ്റാണ്. കണ്ടതായിരുന്നു ഞങ്ങളെടുത്ത ഫുഡ്. ഇതാണ് പൂപ്പൻ്റെ ഫുഡ്, മീറ്റ് ബോൾസ് വിത്ത് ഫ്രഞ്ച് ഫ്രൈസ്. ആൻഡ് വിഷ്ണുവിൻ്റെ ഫുഡാണിത്, പോർക്ക് റിബ്സ് വിത്ത് ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് ഗാർലിക് ബ്രെഡ്. പിന്നെ ഒരു കേക്കും. പിന്നെ എനിക്ക് കുറേ നാളായിട്ട് ഐക്യന്ന് സാൽമൺ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നതുകൊണ്ട് ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തത് സാൽമൺ ആയിരുന്നു. സാൽമണും വെജസും അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ എരിവും പുളിയൊന്നും ഇല്ല, എന്നാലും ഇവിടുത്തെ ഫുഡിനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. എനിക്ക് പോർക്ക് റിബ്സാണ് സാൽമണേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമായത്. പിന്നെ ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകതയാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് എല്ലാം നമ്മൾ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം, നമ്മൾ തന്നെ ടേബിൾ ക്ലീൻ ചെയ്യണം. നാട്ടിലത് ഒരുപാട് സ്ഥലത്തൊന്നും ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, അങ്ങനെ വളരെ റെയർ ആയിട്ടാണ്. പക്ഷേ ഇവിടെ ഓൾമോസ്റ്റ് മിക്ക സ്ഥലങ്ങളിലും നമ്മൾ തന്നെ ട്രേ എടുത്തുകൊണ്ട് വയ്ക്കുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇത്. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് പ്ലേറ്റ്സും ആ ട്രേയും കൊണ്ടുവന്ന് നമുക്ക് ഇതിനകത്ത് സ്റ്റാക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ട്രോളി എടുത്ത സ്ഥലത്ത് തിരിച്ചു കൊണ്ട് വയ്ക്കാം. അപ്പോൾ അവർ ക്ലീനിങ്ങിനുള്ള ആൾക്കാർ വന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് പോകും. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി. അവിടെയാണ് ഈ കാണുന്നതെല്ലാം നമ്മുടെ ലിനൻ, പിന്നെ ബെഡ്ഷീറ്റ്സ്, പിന്നെ നമ്മുടെ പില്ലോ കവേഴ്സ്, ഈ കാണുന്നൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായി. എനിക്ക് എല്ലാം കൂടി വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. പിന്നെ വീട്ടിൽ നിന്ന് കാർപ്പറ്റാണ് നമ്മളുടെ മെയിൻ ലക്ഷ്യം എന്നുള്ള ഒരു പ്ലാനിൽ പോയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ. കാർപ്പറ്റും കിട്ടി നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ തന്നത്. പക്ഷെ ഒരുപാട് കളക്ഷൻസ്, ഒരുപാട് ഓപ്ഷനുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഇതിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോകാനേ തോന്നില്ല. മേളിലത്തെ ഒരു ഫ്ലോർ ഫുൾ നടന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം പൂപ്പൻ ടയർഡായി. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ട്രോളി എടുത്ത് പൂപ്പൻ അതിലിരുത്തി. പിന്നെ താഴത്തെ ഫ്ലോർ ഫുൾ പൂപ്പൻ അതിലായിരുന്നു. ഈ കാണുന്നതാണ് ക്യാൻഡിൽസ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പ്ലാന്റ്സും ഉണ്ട്, പിന്നെ റിയൽ ആയിട്ടുള്ള ഫ്ലവേഴ്സും പ്ലാന്റ്സും ഉണ്ട്. പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പൈസ ചിലവാക്കി ആവശ്യത്തിന് കൂടുതൽ സാധനങ്ങൾ മേടിച്ച് കൂട്ടും. അതേപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നിറച്ച്. ഞങ്ങളിങ്ങനെ ഓടി നടന്ന് മേടിച്ചില്ലെങ്കിലും എല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിൽ ആ ടാഗിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ വന്ന് സാധനങ്ങൾ എടുക്കാമെന്ന്. ഇതാണ് ആ പറഞ്ഞ സ്ഥലം. അവിടെ 02, 03, 5 ഓരോ അയൽ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ അയലിനുള്ളിൽ പോയിട്ട് ഓരോ റാക്കിൻ്റെ നമ്പേഴ്സ് ഉണ്ടാവും ആ ടാഗിൽ. അതിൽ നോക്കിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് നമ്മളുടെ കാർട്ടിൽ വയ്ക്കാം. അവിടെ നിന്ന് നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ അവിടെ പോയിട്ട് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം. അതൊരു നല്ല സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ ഇവർ ആക്ച്വലി ലേബർ കുറയ്ക്കാനുള്ള പ്ലാൻ, എല്ലാം നമ്മൾ തന്നെ സ്വയമായിട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു റൂള്. മോസ്റ്റ് ഓഫ് ദ ടൈം എല്ലാവരും സ്വന്തം കാര്യങ്ങൾ ചെയ്യണമാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോൾ ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ ഓഫീസിലെ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാവില്ല, അവിടെ വർക്ക് ചെയ്യണവർ തന്നെ ക്ലീൻ ചെയ്യണം. അതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതരം റൂൾസാണ്. ഷോപ്പിംഗ് കഴിഞ്ഞു.
പിന്നെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോയിട്ട് എന്തെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനോ റിട്ടേൺ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ എക്സ്ചേഞ്ച് ആൻഡ് റിട്ടേണിന് ഒരു സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതാണ് ആ കണ്ടത്. ഷോപ്പ് ചെയ്ത് പക്ഷേ എക്സൈറ്റഡ് ആയിരുന്നു ഷോപ്പ് ചെയ്യാൻ വേണ്ടി. ഓ സാറില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം വേറെ സ്ഥലത്ത് മേടിക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഈ കിളിയെ കണ്ടോ? ഈ കിളി ഭയങ്കര അപകടകാരിയാണ് ഇവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നടക്കാൻ പോകുന്ന ആൾക്കാരെ റോട്ടിൽ ഓടിച്ചിട്ട് കുത്തുക, കണ്ണിൽ കുത്തുക, നമ്മുടെ തലക്കിട്ട് കുത്തുക, അങ്ങനത്തെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇവിടെ നമ്മൾ വെളിയിൽ ഇറങ്ങിയാൽ മിക്ക സ്ഥലത്തും ഇതിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അത്യാവശ്യം നല്ല ടയർഡാണ്, കുറേ നടന്നിട്ടുണ്ട് ഉള്ളിൽ. അപ്പം ഒരു ഏകദേശം വൈകുന്നേരം ആയി ഇപ്പോൾ സമയം. അപ്പം നേരെ വീട്ടിൽ പോയിട്ട് ഇനി റെസ്റ്റ് എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.